അപ്പോൾ നമ്മുടെ ക്ലേ മേക്കിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതിനായിട്ട് ഇതുപോലൊരു പാത്രം എടുക്കുക. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്ക് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ, കാരണം അത് വിട്ട് വരാൻ കുറച്ചുകൂടി എളുപ്പം നോൺ സ്റ്റിക്കിലായിരിക്കും. ഇനി പാത്രമൊക്കെ കഴുകാൻ മടിയാണ്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴുകിയെടുക്കാൻ എന്നൊക്കെ, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 1 കപ്പ് കോൺഫ്ലോർ, 1 കപ്പ് വൈറ്റ് ഗ്ലൂ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വിനീഗറും 2 ടേബിൾ സ്പൂൺ ഓയിലുമാണ്. ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തത്. കളർലെസ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിനുശേഷം കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് ഹീറ്റ് ചെയ്തിട്ട് വരാം. ആഫ്റ്റർ ഹീറ്റിംഗ് നമ്മുടെ ക്ലേയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കൂലേ, ആ ഒരു സെയിം പ്രോസസ്സിൽ ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ കുഴയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മൾ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഹിമാലയയുടെ ഒരു മോയ്സ്ചറൈസറാണ്. ഇതന്നെ വേണം, നിർബന്ധമില്ല. നമ്മുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കണം കേട്ടോ നമ്മുടെ ക്ലേ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്ലേ സെറ്റായത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് എന്ന് പറയും, ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലേ സെറ്റായി നമുക്ക് മനസ്സിലാവാം കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്നും കൂടെ അതിനെ കുഴച്ച് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ടിട്ട് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇനി ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാൻ തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഒരു 24 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ക്ലേ മേക്കിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി നമ്മുടെ ക്ലേ ഉണ്ടാക്കിയ പാത്രം കഴുകാനാണെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കിയ നേരം കൊണ്ട് നമ്മുടെ പാത്രത്തിൻ്റെ സൈഡ് ഭാഗങ്ങളും അതുപോലെ തന്നെ അതിലുള്ള സബ്സ്റ്റൻസ് ഒക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ തന്നെ അത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പാത്രവും കഴുകി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ക്ലേ മേക്കിംഗ് എന്ന് പറയുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്ലേ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിൽ കളർ മിക്സിങ്ങും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.